നമസ്കാരം. ഒരു ലൈവിലേക്കാണ്. ഞാനൊരു ചോദ്യം ഇട്ടിരുന്നു. അതിന് മറുപടി ഒക്കെ കുറേ വന്നിട്ടുണ്ട്, റിയാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യം ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇവിടെ കാണിക്കാം. നമ്മൾ പറഞ്ഞത് ട്രെയിനിൻ്റെ നീളം 200 മീറ്ററാണ്. അപ്പം 200 മീറ്റർ നീളമുള്ള 2 ട്രെയിൻ പരസ്പരം പോകുന്നതിനായി അങ്ങനെ കടന്നു പോകുന്നതിനുള്ള സമയമാണ് നമ്മൾ ചോദിച്ചത്. അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞത് 72 കിലോമീറ്റർ പെർ അവർ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത 200 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ മീറ്ററിൽ മാത്രം ഉള്ള ക്രിയ ചെയ്താൽ മതി എന്നുള്ളത് 72 കിലോമീറ്റർ പെർ അവർ എന്നതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ആദ്യം ഡൈവേർട്ട് മാറ്റണം. അപ്പോൾ 72 കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് പറയുന്നത് 72,000 മീറ്റർ ആണ്. 72,000 മീറ്റർ. അപ്പൊ 72,000 മീറ്റർ പെർ മണിക്കൂറിന് സെക്കൻഡ് ആകുമ്പോൾ 60 മിനിറ്റ് ഗുണം 60 3600 സെക്കൻഡ്. ഇതാണ് 72 കിലോമീറ്റർ എന്നുള്ളത് 72,000 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലാക്കി. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം കൂടെ കണ്ടുപിടിച്ച് നോക്കാം. 72,000 മീറ്റർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുമെങ്കിൽ 72,000 മീറ്റർ ഒരു സെക്കൻഡിൽ എത്ര ആവും നോക്കണം. ഒരു സെക്കൻഡിൽ. അപ്പൊ 72,000 ഡിവൈഡ് ബൈ 36. 72,000 ഡിവൈഡ് ബൈ 36,000 നോക്കാം. സോറി, 3,600. 72,000 ഡിവൈഡ് ബൈ 3,600 ആവുമ്പോൾ 720. അപ്പോൾ ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഒരു വേഗത നമ്മൾ 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് കണക്കാക്കി എടുക്കുമ്പോൾ ഒരു സെക്കൻഡിൽ 200 മീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഇനി നമുക്ക് ട്രെയിൻ 200 മീറ്റർ ഉള്ള 2 ട്രെയിൻ പാസ് ചെയ്യുന്നതിന് എത്ര സമയം ആവും നോക്കാം. അപ്പം 200 മീറ്റർ ഇവിടുന്ന് ഒരു ട്രെയിൻ വെച്ച് ആദ്യം നമ്മൾ കണക്കാക്കി നോക്കാം. ഒരു ട്രെയിൻ ഈ 200 മീറ്റർ കടക്കുന്നതിന് എത്ര ആവും നോക്കാം. ഇതൊരു ട്രെയിൻ ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഈ 200 മീറ്റർ വരെ ഈ ഫ്രണ്ട് ഇവിടെ എത്തുമ്പോൾ 200 മീറ്റർ സഞ്ചരിക്കും. 200 മീറ്റർ സഞ്ചരിക്കും. അത് കടന്നു പോയതായി ഇവിടെ എത്തുമ്പോഴേ ഈ വാഹനത്തെ കടന്നു പോകും. അപ്പൊ പ്ലസ് 200. ആകെ സഞ്ചരിക്കുന്നത് 400 മീറ്ററാണ്. 400 മീറ്ററാണ് ആകെ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത് കവറിക്കാം. അപ്പം ഒരു സെക്കൻഡിൽ 20 മീറ്റർ ആകുമ്പോൾ 400 മീറ്റർ. അപ്പൊ ഒരു സെക്കൻഡിൽ 200 ആകുമ്പോൾ 400 മീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര സെക്കൻഡ് വേണമെന്ന് വെച്ചാൽ 400 ഡിവൈഡഡ് ബൈ 20 സെക്കൻഡ് വേണം. ഒരു ട്രെയിൻ, ഇപ്പൊ ഒരു ട്രെയിൻ അവിടെ കിടക്കുകയാണ്. ആ കിടക്കുന്ന ട്രെയിൻ പാസ് ചെയ്യണമെങ്കിൽ 400 മീറ്റർ സഞ്ചരിക്കണം. അത് 20 സെക്കൻഡ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുന്ന് ഒരു ട്രെയിൻ അങ്ങോട്ട് 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇത് ഇവിടെ നിൽക്കുകയാണ്. ട്രെയിൻ ഇവിടെ നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇടുന്ന ഒന്നുകൂടെ സഞ്ചരിക്കും. ആ 1 മിനിറ്റ് കൊണ്ട് ഒരു സെക്കൻഡിൽ തന്നെ 40 മീറ്റർ സഞ്ചരിക്കും. ഒരു സെക്കൻഡ് രണ്ടും കൂടെ സഞ്ചരിക്കും. ഒരെണ്ണം സഞ്ചരിക്കുമ്പോൾ 20 ആണെങ്കിൽ രണ്ടും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സഞ്ചരിക്കുമ്പോൾ ഒരു സെക്കൻഡ് 20 മീറ്റർ അങ്ങോട്ട് മാറുമ്പോൾ ഇപ്പുറത്തെ ട്രെയിൻ ഒരു സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ഇങ്ങോട്ടാവും. അപ്പോൾ ആകെ 40 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലായി ഇതിന്റെ ചലനം. അപ്പം 400 മീറ്റർ സഞ്ചരിക്കാൻ ഈ ഒരു സെക്കൻഡിൽ 40 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 40 ഡിവൈഡ് ബൈ 40. അപ്പോൾ ആകെ സമയം 10 സെക്കൻഡ്. 10 സെക്കൻഡാണ് ഇതിന്റെ ഉത്തരം.
അപ്പം ഒരു ട്രെയിൻ മാത്രം സഞ്ചരിക്കുന്നതിന് 20 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു നിർത്തിയിട്ടിരുന്ന ട്രെയിൻ പാസ് ചെയ്ത് പോകണമെങ്കിൽ 20 എടുക്കുമെങ്കിൽ ആ ട്രെയിനോടെ ചലിച്ചു തുടങ്ങിയാൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരു 20 മീറ്റർ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ അപ്പുറത്തെടുത്ത ട്രെയിൻ 20 കിലോമീറ്റർ പോകും, 40. അപ്പോൾ ഒരു സെക്കൻഡിൽ 40 മീറ്റർ എന്ന നിലയ്ക്ക് സഞ്ചരിക്കുമ്പോൾ 400 മീറ്റർ സഞ്ചരിക്കുന്നതിന് 10 സെക്കൻഡ് മതി. ഇതാണ് അതിന്റെ ഇത് കണക്ക് പറഞ്ഞിട്ട് ഉത്തരം ഇട്ടിട്ടുണ്ട്. ഇതാണ് 10 സെക്കൻഡാണ് യഥാർത്ഥ ഉത്തരം. ഇനി പറയാനുള്ളത്, നമ്മൾ കുറച്ച് ആളുകൾക്ക് അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ട് അത് ശരിയായിട്ടുള്ളത് ഒരു 16 ആളാണ് കൃത്യമായി ഉത്തരവിട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷ്ണു കെ വി എന്ന് പറയുന്ന ഇതൊക്കെ അത് നല്ലോണം ക്രിയാത്മകമായിട്ടുള്ള കുറെ കണക്കെ കാണിച്ച് കൃത്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 16 പേർക്കുള്ള പേര് എഴുതിയിട്ട് അതിൽ ഓരോരുത്തർ വായിക്കാം. അവരെ എഴുതിയിട്ട് നമുക്ക് ഒന്ന് സിനി സുരേന്ദ്രൻ, അഭിലാഷ്, ജസ്ലിൻ, ലിജിത്ത്, അരുൺ സി ജി, അനീഷ്, ശ്രീ സന്ധ്യ, വിഷ്ണു കെ വി, സുധീന്ദ്രൻ, ഋഷികേശൻ, മാഡ്സൺ, കുര്യൻ തോമസ്, ജോസ് പോൾ, അഞ്ജു, ചന്തു, സജിത്ത്, ഇത്രയാണ് ആളുകളാണ്. അപ്പൊ നമുക്കന്ന് നറുക്കിലേക്ക് കടക്കാം. ഇവിടെ ചെരുന്ന് ഇവിടെ വെച്ചിരുതാ. അപ്പോ സിനി സുരേന്ദ്രന്റെ ചുരുക്കായിട്ട് എഴുതുന്നതാണ് സുരേന്ദ്രൻ. അഭിലാഷ്, ബുക്കർന്നുണ്ട്, ജസ്ലിൻ, ലിജിത്ത്, അരുൺ സി ജി, അനീഷ് ലത്തീഫ്, ശ്രീ സന്ധ്യ, വിഷ്ണു കെ വി, സുധീന്ദ്രൻ, ഋഷികേശ്, കുര്യൻ തോമസ്, ജോസ് മോൻ, സജിത്ത്. അപ്പൊ അത്രയാളായി 16 പേര്. ഇനി നറുക്കിടാം. അപ്പോൾ സജിത്ത്, ചന്തു, അഞ്ചു, ജോസ് മോൻ,
കുര്യൻ തോമസ്, മാഴ്സൺ, വിഷ്ണു KV, ശ്രീസന്ധ്യ, അനീഷ്, അരുൺ സി, ലിജിത്ത്, ജസ്ലിൻ, അഭിലാഷ്, സിനി സുരേന്ദ്രനാണ്. സിനി ഒരെണ്ണം എടുക്കുകയാണ്, ഞാൻ തന്നെ എടുക്കുകയാണ്, നോക്കാതെ ഒരെണ്ണം എടുത്ത്. അപ്പോൾ വായിക്കാം, നോക്കാം. അനീഷിനാണ് ശരി ഉത്തരം അയച്ചതിൻ്റെ ആ ക്യാഷ് പ്രൈസ്. അപ്പോൾ ഇനി അടുത്ത ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരും കണ്ടവർക്കും എല്ലാം അപ്പം നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ നമുക്ക്